ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് 1/2 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 1 kg വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ നേരെ ഇരട്ടിയാക്കിയിട്ട് എല്ലാ ക്വാണ്ടിറ്റിയും എടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇതാണ്. ബേക്കിംഗ് ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം, ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട്. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. 6 ഇഞ്ചിൻ്റെയിലും ചെയ്യാം, ഹൈറ്റുള്ള കേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദ ഒരു സ്ട്രെയിനറിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് മൈദ മതി കേട്ടോ ഈ ഒരു 1/2 കിലോ കേക്കിലേക്ക്. അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറുമാണ് നമ്മൾ ചേർക്കുന്നത്. നല്ല ഡാർക്ക് കൊക്കോ പൗഡർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ നല്ല ഡാർക്ക് കളറിലുള്ള കേക്ക് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുക. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. മുട്ടയുള്ള കേക്കിലേക്ക് അധികവും ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കാറില്ല. വേണമെന്നുള്ളവർക്ക് ഒരു പിഞ്ചും ബേക്കിംഗ് സോഡയും ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ 2-3 തവണ അരിച്ചെടുക്കുകയും ചെയ്യണം. ഈ മിക്സിങ് മസ്റ്റാണ്. അതെല്ലാ ഭാഗത്തേക്കും കമ്പൈൻ ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് മാറ്റി വെക്കാനായിട്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഡ്രൈ ആയിട്ട് എടുക്കുന്ന ബൗള് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക, എന്നാലും നമ്മളിത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. മുട്ടമേലും ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. അപ്പോൾ 2 മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കട്ടെ, എന്നാൽ ആ മുട്ടയുടെ സ്മെല്ല് നമ്മുടെ കേക്കിന് കിട്ടില്ല. ഒരുപാട് പേർക്ക് മുട്ടയുടെ സ്മെല്ല് ഉള്ളതുകൊണ്ടാണ് കേക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ, 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. പൊടിച്ചതാണെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതി. ആ പഞ്ചസാര നന്നായിട്ട് മെൽട്ടാവുന്ന വരെ അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതുപോലെ ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് 1/2 കപ്പ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ നമ്മുടെ ബാറ്ററി ലൂസായി പോകും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്ലോലി മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ധൃതിയിൽ ഫോൾഡ് ചെയ്തെടുക്കരുത്. ഇതിപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടിയതാണ് ഞാൻ വീഡിയോ, അതുകൊണ്ടാണ് സ്പീഡിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി, ധൃതി കൂട്ടി ചെയ്യരുത്. അതുപോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മുട്ട നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തതല്ലേ. അപ്പോൾ നമ്മൾ സ്പീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഫ്ലഫിനെസ്സൊക്കെ പോയിട്ട് ബാറ്റർ നന്നായിട്ട് താഴ്ന്നു പോകും. അപ്പോൾ നമ്മുടെ കേക്കും സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബേക്കിംഗ് ട്രേയിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എയർ ബബിൾസ് കംപ്ലീറ്റ് ആയി പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് 2-3 തവണ ടാപ്പ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബബിൾസ് മേലെ പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓവനിലാണ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്ക് പാനിലായാലും ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് നോൺ സ്റ്റിക്ക് പാനിൽ, ഞാൻ മുന്നത്തെ കുറേ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് പാനിൽ ഇറക്കി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു 20-25 മിനിറ്റിനുള്ളിൽ ആവും കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഒന്ന് തണുത്ത ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം ഇതിന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിതിൽ നിന്ന് അടർത്തിയെടുക്കാം.
ഇത് ഞാൻ പറഞ്ഞു 7 ഇഞ്ചിൻ്റെ ആയതുകൊണ്ടാണ് ഹൈറ്റ് ഇല്ലാത്തത്. 6 ഇഞ്ചിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ലെയറും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കേക്ക് ബേസിൽ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിന് മുന്നായിട്ട് നമുക്ക് ഷുഗർ സിറപ്പൊക്കെ റെഡിയാക്കി തണുപ്പിച്ച് വെക്കണം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് എന്നിട്ട് നമുക്കൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങ് ലെവലാക്കിയെടുക്കാം. അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊക്കെ ചോപ്പ് ചെയ്തിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ചെറീസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയും ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ക്രീമും അപ്ലൈ ചെയ്തിട്ട് ലെവലാക്കി എടുക്കുക. ഇങ്ങനെ 3 ലെയർ ചെയ്തെടുക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മൂന്നാമത്തെ ലെയറും വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെയായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം നമുക്ക് ഫൈനൽ ഫിനിഷിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരു സ്ക്രാപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലാട്ടോ വെക്കാം. താഴെയാണെങ്കിൽ 1/2 മണിക്കൂർ വെക്കാം, ഫ്രീസറിലാണെങ്കിൽ 10 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാനിത് ഒന്നും കൂടെ ലെവലാക്കി എടുക്കുന്നുണ്ട്. ഫൈനൽ ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൈഡിലൊക്കെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ വെച്ചിട്ട് ആണ് ഡെക്കറേറ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചിലപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ അല്ലാത്ത രീതിയിലും ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയാസിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചുറ്റും ഇതുപോലെ ഇതാണല്ലോ നോർമൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, സൈഡിൽ ഇങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ടൊരു ഫ്ലവർ സ്റ്റാർ നോസിൽ ഉപയോഗിച്ചിട്ട് ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഫ്ലവറിലും ഇതുപോലെ നമുക്ക് ചെറി വെച്ച് കൊടുക്കുക. ചെറി കൂടെ വരുമ്പോഴാണ് നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് നല്ല കംപ്ലീറ്റ് ആയി ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ആവുള്ളൂ. അത് കാണാനും ഒരു മൊഞ്ചാണ് ഈ ഒരു റെഡ് ഈ ഒരു വൈറ്റിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ബ്ലാക്ക് ഫോറസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.